ഹായ് ഗായ്സ്, വെൽക്കം ടു ഹീര സ്ട്രീം ചാനൽ. അപ്പം ഞാനിന്നൊരു അടിപൊളി അയിലക്കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കൂ, നല്ല തിളച്ച് കുറുകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വന്തം അയിലക്കറി. ഇത് ആലപ്പുഴ സ്റ്റൈൽ അയിലക്കറിയാണ്, അതും ചേർത്തല സ്റ്റൈൽ അയിലക്കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് തേങ്ങ അരച്ച മീൻ കറിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ തേങ്ങ ചിരണ്ടി വെക്കാം. അപ്പോൾ നിങ്ങൾ കൊത്ത് കാണുമ്പോൾ ഓർക്കും എന്താണ് ഇനി കൊത്തൊക്കെ ഇട്ടുള്ള മീൻ കറിയാണോന്ന് ഓർക്കും. അല്ല, അത് മറ്റേ കഴന്നു പോയ തേങ്ങയാണ്. അതെല്ലാം കൂടെ നമ്മൾ കൊത്താക്കി വെച്ചിരിക്കുകയാണ്. അത് ആദ്യം തന്നെ മിക്സിയിലിട്ട് നമ്മൾ അരച്ചിട്ട് ഇതുപോലെ ഫൈൻ ഇതാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മിക്സിയിലോട്ട് തന്നെ, ഈ ജാറിലോട്ട് തന്നെ നമ്മൾ ആ തേങ്ങ കൊത്തലായിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ആദ്യം ഇട്ടത് കടുകാണ്. കടുകിട്ട് എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് കുറച്ച് ചീവുണ്ടെന്നായിരുന്നു പറഞ്ഞത്. ചെറുതായിട്ടൊരു ചീഞ്ഞതായിട്ടൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അരപ്പിലോട്ട് നമുക്ക് ആദ്യം തന്നെ എന്തിടാം, കുറച്ച് കടുകിട്ടാലും മതി. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, 1/2 സ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട്, 2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പോലെ നമ്മളതൊന്ന് അരച്ചെടുക്കുകയാണ്. ഇനി ഈ സവോള ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ടൊന്നും ഇടുന്നില്ല. സവോള ഈ ആ ഒരു മിക്സിൻ്റെ കൂടെ തന്നെ അരച്ചെടുക്കുകയാണ്. നമ്മൾ ചെറിയൊരു പകുതി സവോള എടുത്തിട്ടുള്ളൂ, അതും ആ അരപ്പിൻ്റെ കൂടെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടും. മുളക് പൊടി ഇട്ടിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും നല്ല പോലെ എണ്ണ തെളിഞ്ഞ് വരുമെന്നൊക്കെയാണ് പറയുന്നത്. ശേഷം അതിലേക്ക് 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ സവോള, വേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് 2 കഷ്ണം എടുത്തിട്ടുണ്ടായിരുന്നു, അതും അരച്ചിട്ടിട്ടുണ്ട്. പിന്നെ 4 കുടംപുളി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും എല്ലാം ഇട്ട് നല്ലപോലെ ഇനി നമ്മുടെ അരപ്പെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാനായിട്ട് പോവാണ്. അരപ്പെല്ലാം നല്ല ഫൈനായിട്ട് അരച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരപ്പെല്ലാം ചേർത്ത് പിന്നെ ബാക്കി ആവശ്യത്തിന് വെള്ളം എല്ലായിടത്തും നല്ലപോലെ ഇളക്കിയൊക്കെ എടുക്കാം. അപ്പോൾ നമുക്ക് സ്പൂൺ ഉപയോഗിക്കണമെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ട് അതിൽ ഇളക്കാം. അപ്പോൾ ഞാൻ ഓർത്ത് ഈ മുളകെല്ലാം കൂടി ഇടുമ്പോൾ ഭയങ്കര എരിവൊക്കെ ആയിരിക്കും ഓർത്ത്, പക്ഷെ ഒന്നുമില്ല, എല്ലാം ആവശ്യത്തിനൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇതാ നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പോഴും ഇതുവരെ പ്രധാനപ്പെട്ട ഐറ്റം ഇതുവരെ ഇട്ടിട്ടില്ല. കറിയെല്ലാം നല്ല വെട്ടി തിളച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ മീൻ കുഞ്ഞുങ്ങളെ അതിലേ അങ്ങോട്ട് ഇടാൻ പോകുന്നു കേട്ടോ. കറിയെല്ലാം നല്ലപോലെ വെട്ടി തിളക്കുന്നുണ്ട്. നല്ല ഗ്രേവി ഉണ്ട്, നല്ല കുറുകിയൊരു ചാറ് തന്നെ നമുക്ക് അവസാനം ഇതിനെന്തായാലും കിട്ടും. അവസാനം നമ്മൾ അയിലേനെയൊക്കെ നമുക്ക് അങ്ങോട്ട് എടുത്തിടാവുന്നതാണ്. അങ്ങനെ നല്ല തിളച്ച ആ ഒരു ഗ്രേവിയിലോട്ട്, ആ ഒരു ചാറിലോട്ട് നമ്മൾ ആ അയിലകളെല്ലാം എടുത്തിട്ടിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലപോലെ മൂടി വെച്ചിട്ടൊന്ന് അത് വേവിച്ചാൽ മതി. അപ്പോൾ അധികം മീനും ഉടഞ്ഞൊന്നും കിട്ടില്ല. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ചേർത്തല സ്റ്റൈൽ നമ്മുടെ അയില മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ. താങ്ക് യു.